നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് 41. ഹേ പ്രാണ, വാക്ക്, ശ്രോത്രം, നേത്രം മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളിലും മനസ്സിലും വ്യാപിച്ചിരിക്കുന്ന അങ്ങയുടെ ശക്തിയെ ശാന്തമാക്കുക. അങ്ങ് ശരീരം വിട്ട് പുറത്തു പോകാതെയും ഇരിക്കുക. ഹേ പ്രാണ, ഇവിടെയും സ്വർഗലോകത്തിലുമുള്ള സർവവും അങ്ങയിൽ അധിഷ്ഠിതമാകുന്നു. മാതാവ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങു ഞങ്ങളെയും സംരക്ഷിച്ചാലും ഞങ്ങൾക്ക് സർവ്വവിധമായ ഐശ്വര്യവും ബോധവും നൽകുക. ഇനി തൃതീയ പ്രശ്നം. പിന്നെ അശ്വരപുത്രനായ കൗശല്യൻ പിപ്പലാദ മഹർഷിയെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു: ഭഗവാനെ, ഈ പ്രാണൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ശരീരത്തിലും പ്രവേശിക്കുന്നത്? അനന്തരം എങ്ങനെയാണ് അഞ്ചായി പിരിഞ്ഞ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്? അതെങ്ങനെ പുറത്തു പോകുന്നു? അതെങ്ങനെ പ്രപഞ്ചത്തെ ധരിക്കുന്നു? ആധ്യാത്മികമായിട്ടുള്ളതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു? അവനോട് പിപ്പലാദൻ പറഞ്ഞു: നീ കുറെ കാഠിന്യമുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷെ നീ ബ്രഹ്മനിഷ്ഠനായതുകൊണ്ട് നിനക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരാം. ആത്മാവിൽ നിന്ന്, അതായത് പരമാത്മാവ് തന്നെയാണ് ഈ പ്രാണൻ ജനിക്കുന്നത്. മനുഷ്യന്റെ ഛായ അവന്റെ ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്നത് പോലെ ഈ പ്രാണൻ ആത്മാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. മനസ്സിന്റെ സങ്കല്പമനുസരിച്ച് അത് ശരീരത്തിൽ പ്രവേശിക്കുന്നു. എപ്രകാരം ഒരു ചക്രവർത്തി തന്നെ അധികാരികളെ നിശ്ചയിക്കുന്നു: നീ ഈ ഗ്രാമത്തിന്റെ അധികാരിയായിരിക്കുക, ഇതിന്റെ ചുമതല ഏൽക്കുക എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തേണ്ടവരെ ഓരോ ഗ്രാമത്തിലും നിയോഗിക്കുന്നു. അതുപോലെ പ്രാണൻ അപാനാദികളായ അന്യപ്രാണങ്ങളെ യഥാസ്ഥാനം യഥായോഗ്യം വിന്യസിക്കുന്നു. അപാനവായുവായി പ്രാണൻ മലമൂത്രാദികളെ കീഴോട്ട് നയിച്ചുകൊണ്ട് മലദ്വാരത്തിലും ഉപസ്ഥത്തിലും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ പ്രാണൻ ശ്രോത്രത്തിലും നയനത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. സമാനൻ പ്രാണാപാന സ്ഥാനങ്ങളുടെ മധ്യയുള്ള നാഭിയിലും സ്ഥിതി ചെയ്യുന്നു. ഈ വായു ദഹിച്ച ഭക്ഷണത്തിന്റെ സാരം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ടെത്തിക്കുന്നു. നാം ഭക്ഷിക്കുന്ന ആഹാര സാധനങ്ങളിൽ ജ്വലിക്കുന്ന ജഠരാഗ്നിയുടെ ജ്വാലകളാണ് സപ്താർച്ചിസുകളായി അനുഭൂതമാകുന്നത്. നമസ്കാരം. അടുത്ത നാളെ.